ഹലോ ഗൈസ്, ഡൽഹിയിലെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആകെ രണ്ട് പ്ലാനുകളെ ഇന്ന് ഞങ്ങൾക്കുള്ളൂ കേട്ടോ. അത് രണ്ടും എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് മെട്രോ തന്നെയാണ് കേട്ടോ ഞങ്ങൾ യാത്രയ്ക്കായിട്ട് സെലക്ട് ചെയ്തത്. മെട്രോയിൽ പോയി സുഖം പിടിച്ചത് പിന്നെ എവിടെ പോയാലും ഇപ്പോൾ മെട്രോയിൽ തന്നെയാണ് യാത്ര. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. അതിൽ കയറി യാത്ര തിരിച്ചു. എവിടെ പോകണമെന്ന് കറക്റ്റായിട്ട് അറിയുന്നതുകൊണ്ട് ഇന്നധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. അവിടെ ഒരാൾ ക്യൂവിൽ നിന്നു, ഒരാൾ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോയി. അവസാനം സ്കാൻ ചെയ്ത ആൾക്ക് തന്നെ ടിക്കറ്റ് കിട്ടി കേട്ടോ. അവസാനം ക്യൂവിൽ നിന്ന് ഞാൻ നൈസായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കേട്ടോ. ആ ടിക്കറ്റും ഒക്കെ ആയിട്ട് എൻട്രിയുടെ അവിടേക്ക് ഞങ്ങൾ നടന്നു ചെന്നു. അവിടെ ചെറിയൊരു ബാഗ് ചെക്കിങ് കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി. ഈ ഭാഗം കാണുമ്പോൾ ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇതേതാ സ്ഥലം എന്ന്. ലോകത്തിലെ ഇഷ്ടി കൊണ്ട് നിർമ്മിച്ച ഏറ്റവും ഉയരമേറിയ കുത്തബ് മീനാറിൻ്റെ മുന്നിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലമാണ്. ഫോട്ടോയിലൊക്കെ കാണുമ്പോഴൊക്കെ ഞാനിവിടെ പോകുമോ, എനിക്കിവിടെ പോകാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് പല സ്ഥലങ്ങളും കാണുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ഡൽഹി. പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ അവസാനം ഞാൻ ഇവിടെയൊക്കെ കാണാൻ പറ്റി. എനിക്കിതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റി. കയറി ചെല്ലുമ്പം അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് വീഡിയോസും ക്ലിപ്സൊക്കെ എടുത്ത് ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. അങ്ങനെ ആ ഭയങ്കര ഭംഗിയുള്ള വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പം അകലെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ കുത്തബ് മീനാറിനെ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. അയ്യോ, നമുക്ക് ആ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. എന്ത് ഉയരത്തിലാണ്, എത്ര ഭംഗിയായിട്ടാണ് അത് നിൽക്കുന്നതെന്നറിയോ. അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കുറേ മതിലുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് പുല്ലൊക്കെ വെച്ച് സൈഡിലെ ചെടികളൊക്കെ നല്ല വെട്ടി വൃത്തിയാക്കി എന്ത് മനോഹരമായിട്ടാണല്ലേ ഇവർ സൂക്ഷിക്കുന്നത്. ഒരു മരത്തിൻ്റെ ഇലകൾ പോലും താഴെ കിടക്കുന്നത് കാണാൻ പറ്റില്ല കേട്ടോ. അവരപ്പം ക്ലീൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ എന്താണെങ്കിലും ചപ്പും ചവറൊക്കെ ആയിട്ട് കൂടി കിടക്കില്ലേ. ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളും തന്നെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. മരങ്ങളും ചെടികളും പിന്നെ കുറേ നല്ല പച്ച പുല്ലും ഒക്കെ ആയിട്ട് ഈ ചൂടത്തും ഈ പുല്ലൊക്കെ നല്ല വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് പച്ചപ്പോടെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കേ. കുറേ പേരുണ്ടായിരുന്നു ഇത് കാണാൻ. അങ്ങനെ കണ്ട് ഇതാ ഇതിൻ്റെ മുന്നിലെത്താറായി കേട്ടോ. പണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി കാണിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കുറേ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ വൈദ്യുതിയുടെ എന്തോ തകരാറ് മൂലം മരിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ല. പിന്നെ വെള്ളിയാഴ്ച ഇവിടെ അവധിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതൊന്ന് അന്വേഷിച്ചിട്ട് മാത്രം പോയാൽ മതിയേ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വെള്ളിയാഴ്ച അവധിയാണ്, ഇവിടെ എൻട്രി ഇല്ല എന്നാണ് കേട്ടത്. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം അതിലെ നടന്നു. അതിന് ചുറ്റുമാണെങ്കിലും കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നതിനിടയിൽ വേറെ അതിമനോഹരമായ ഒരു കാഴ്ച കൂടെ കാണാൻ പറ്റി കേട്ടോ. അതാണ് ദേ ഈ കാണുന്നത്. നോക്കിയേ, തൊട്ടില്ല എന്നുള്ള മട്ടിലൊരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടോ. നമുക്ക് താഴെ നിന്നിങ്ങനെ നോക്കുമ്പോൾ തോന്നും അയ്യോ അതിപ്പോൾ ഇടിച്ചിട്ടാണ് പോകാമെന്ന്. പക്ഷേ അത് കുറച്ചും കൂടെ ഉയരത്തിലായിരുന്നു കേട്ടോ. ഇസ്ലാമിക വാസ്തുകല അനുസരിച്ചാണ് ഈ കുത്തബ് മീനാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. വെണ്ണക്കല്ലുകൊണ്ടും ചുവന്ന കല്ലുകൊണ്ടും ഉണ്ടാക്കിയ ഈ കുത്തബ് മീനാറിന് ഇടിമിന്നലിൻ്റെ മൂലവും മഴയൊക്കെ കാരണവും കുറേ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ചെടിയൊക്കെ തൊട്ട് തലോടി ഞാനിങ്ങനെ കുറച്ച് ദൂരം നടന്നു നോക്കി. അവിടെയൊക്കെ കണ്ട് ആസ്വദിച്ച് പയ്യാണ് അവിടുന്ന് ഞങ്ങൾ തിരിച്ചത് കേട്ടോ. അത്യാവശ്യം വേണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് ഇവിടെ മാത്രമാണ് ഞങ്ങൾ കാണാൻ പോയത്. പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടി ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇതൊന്നും പോരാതെ വീഡിയോ കോൾ വിളിച്ച് ഞാൻ അച്ചുകുട്ടനെ മനുവണ്ണനെയൊക്കെ ഇത് കാണിച്ചു കൊടുത്തു കേട്ടോ. എനിക്കിപ്പോൾ കിട്ടിയ ഭാഗ്യം അവർക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അവരെല്ലാം കാണട്ടെ എന്ന് വിചാരിച്ചു. അവരും വന്ന് കാണട്ടെ നേരിട്ട് എപ്പോഴെങ്കിലുമൊക്കെ അവസരങ്ങൾ വരുമ്പോൾ. ദില്ലി സുൽത്താനായിരുന്ന കുത്തബ്ദീൻ ഐബക്കാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഈ കുത്തബ് മീനാറിൻ്റെ തുടക്കം കുറിച്ചത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടും കുറേ കെട്ടിടങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം പലരും കൂടിയിട്ടാണ് പണിത് തീർത്തത് എന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് നടന്നു കേട്ടോ. ഇവിടെയുള്ള ഓരോ തൂണിലും കല്ലിലും വരെ കൊത്തുപണികളാണ് കേട്ടോ. ഒരുപാട് കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. അത് എന്താണെന്നൊന്നും പലതും നമുക്ക് മനസ്സിലാകില്ലെങ്കിലും കണ്ട് ആസ്വദിക്കാൻ നല്ല രസമാണ്. നമുക്ക് അത് എത്ര നോക്കിയാലും മതിയാവുകയില്ല. മേലെയൊക്കെ ആണെങ്കിലും മേലെ വരെ എല്ലാം കൊത്തി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും. ഇത് പണിതിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണോ അതോ അങ്ങനെ തന്നെ പണിതതിന് ശേഷം കൊത്തിയതാണോ എന്നൊക്കെ ഓർത്ത് ഞാനും ഇത് കണ്ടുകൊണ്ട് കുറച്ച് നേരം അതിലേ നടന്നു. ഓരോ തൂണുകളും എത്ര കൃത്യമായിട്ടാണ് പണിത് അവർ വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ശേഷം പുറത്തിറങ്ങി പുറത്തെ ഭംഗി കൂടി ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ മടങ്ങിയത്. ചുറ്റി നടന്ന് വീഡിയോയൊക്കെ എടുത്തു. കുറേ ഫോട്ടോസൊക്കെ ഇടുന്നു. നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ. അതൊക്കെ
ഞങ്ങൾ പിരമിഡ് കണ്ടെന്ന് ഈ എൽഡ പറയുന്നുണ്ട് കേട്ടോ, പിരമിഡ് കണ്ടെന്ന്. ഇതാണ് അവള് കണ്ട പിരമിഡ്. ആ ഞാനിതൊക്കെ ഇടും. എൽഡ കണ്ട പിരമിഡ് നിങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ധൃതിയിലായിരുന്നു. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും, വൈകുന്നേരം 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതിനുള്ളിൽ എയർപോർട്ടിലെത്തണം. പിന്നെ പെട്ടെന്ന് യാത്ര തിരിച്ചു. വിശാൽ മാർട്ടിലേക്കാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര. സാധാരണ ഡൽഹിയിൽ വരുന്നവരൊക്കെ ഒന്ന് വിശാൽ മാർട്ടിലൊക്കെ കയറിയിട്ടൊക്കെ പോകാറുണ്ടാവുള്ളൂ അല്ലേ. അവിടെ ചീപ്പായിട്ട് നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പെറുക്കി എടുക്കണം തോന്നും കേട്ടോ. പക്ഷേ കയ്യിലുള്ള ബാഗിൽ സ്ഥലമില്ലാത്തതുകൊണ്ടും പോകാൻ സമയമായതുകൊണ്ടും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ടുള്ളൂ. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഞങ്ങൾ മാറ്റിവെച്ചു. ഇനി വരുമ്പോഴാകട്ടെ, ഇന്നിനി എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ വിശാൽ മാർട്ടിൽ വന്ന് കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അലീഷയുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ തട്ടി. നല്ല അടിപൊളി ഫുഡൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വയറ് നിറച്ച് കഴിച്ച് പയ്യെ എയർപോർട്ടിലേക്ക് തിരിച്ചു പോകുകയാണല്ലോ എന്നൊരു ചെറിയൊരു വിഷമവും ഡൽഹി കണ്ട് കഴിഞ്ഞിട്ടില്ല എന്നൊരു തോന്നലും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിയൊക്കെ ഒരുപാട് ആസ്വദിച്ച് കണ്ടാണ് കേട്ടോ പോയത്. ഇവിടെ നിന്നും പോകുകയാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായത് കൊണ്ടാവണം, എന്താണെന്ന് അറിയില്ല. എന്താണേലും ചെറിയൊരു വിഷമം എവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷവുമുണ്ട്. കാരണം 2-3 ദിവസമായാലും എൻ്റെ അച്ചിക്കുട്ടീനെ കണ്ടിട്ട്. അവനെ കാണാനുള്ളൊരു തിരക്കുമുണ്ട്. ഇത്തവണയും ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ ടൈം മാറ്റി മെസ്സേജ് വന്നത് ഞങ്ങൾ 2 പേരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഓടിപ്പിടിച്ച് ഒരു വിധത്തിലാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോയത്. എന്തോ ഭാഗ്യം കൊണ്ട് ഫ്ലൈറ്റ് മിസ്സായില്ല കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. എന്തൊക്കെയാണേലും ഡൽഹി യാത്ര അതിമനോഹരമായിരുന്നു. ഭയങ്കര സന്തോഷം നിറഞ്ഞത്. ഇനി അടുത്ത യാത്ര എപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുവരെ വെയിറ്റ് ചെയ്യാം അല്ലേ. ഫ്ലൈറ്റിൽ എപ്പോൾ കയറിയാലും നമുക്ക് ഒരു സന്തോഷമായിരിക്കും. അതിൻ്റെ ആ ഫ്ലൈറ്റ് ലാൻഡിങ്ങും ഫ്ലൈറ്റ് എടുക്കുന്ന സമയമൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതായിരിക്കും അല്ലേ. ഫ്ലൈറ്റ് പൊന്തുന്ന സമയത്ത് ഞാൻ എപ്പോഴും എത്തി നോക്കാറുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങൾ, കുട്ടി കുട്ടി ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. എൽഡ വിൻഡോ സൈഡിലായതുകൊണ്ട് തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതിതാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ, എന്ത് രസമല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. അതുവരെ ബൈ.